ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മലയാള സാഹിത്യകാരന്മാരുടെ അപരനാമങ്ങളാണ്. PSC എക്സാമിന് ഈ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇത് പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേരള കാളിദാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. ആരാണ് കേരള കാളിദാസൻ? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ. കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. അപ്പോൾ കേരള വ്യാസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കേരള വാൽമീകി, കേരള ടാഗോർ, കേരള ടെന്നിസൺ, ശബ്ദസുന്ദരൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് വള്ളത്തോൾ നാരായണമേനോൻ. അപ്പോൾ വള്ളത്തോൾ നാരായണമേനോൻ്റെ അപരനാമങ്ങളാണ് കേരള വാൽമീകി, കേരള ടാഗോർ, കേരള ടെന്നിസൺ, ശബ്ദസുന്ദരൻ. കേരള തുളസീദാസ് എന്നറിയപ്പെടുന്നത് വെണ്ണിക്കുളം ഗോപാലകുറുപ്പ്. വെണ്ണിക്കുളം ഗോപാലകുറുപ്പിൻ്റെ അപരനാമമാണ് കേരള തുളസീദാസ്. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മ. കേരള പാണിനി AR രാജരാജവർമ്മ. പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് ചോദിച്ചിട്ടുള്ളതാണ്. അടുത്തത് കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത് N കൃഷ്ണപിള്ളയാണ് കേരള ഇബ്സൺ എന്നറിയപ്പെടുന്നത്. കേരള മോപ്പസാങ്, കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് തകഴി ശിവശങ്കരപ്പിള്ള. ഏതൊക്കെയാണ്? കേരള മോപ്പസാങ്, കുട്ടനാടിൻ്റെ കഥാകാരൻ. ഇത് രണ്ടുമാണ് തകഴി ശിവശങ്കരപ്പിള്ളയുടെ അപരനാമങ്ങൾ. കേരള ചോസർ, ചീരാമകവിയാണ് കേരള ചോസർ എന്നറിയപ്പെടുന്നത്. കേരള ഹമിങ്വേ, നിളയുടെ കഥാകാരൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. ഏതൊക്കെയാണ്? കേരള ഹെമിങ്വേ, നിളയുടെ കഥാകാരൻ. കേരള ഹോമർ എന്നറിയപ്പെടുന്നത് അയ്യപ്പിള്ള ആശാൻ. കേരള ഹോമർ, അയ്യപ്പിള്ള ആശാൻ. കേരള സ്കോട്ട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് CV രാമൻപിള്ള. കേരള സ്കോട്ട്, CV രാമൻപിള്ള. കേരള എലിയറ്റ് എന്നറിയപ്പെടുന്നത് NN കക്കാട്. അപ്പോൾ NN കക്കാടിൻ്റെ അപരനാമം ഏതാണ്? കേരള എലിയറ്റ്. കേരള സൂർദാസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് പൂന്താനം നമ്പൂതിരി. കേരള സൂർദാസ്, പൂന്താനം നമ്പൂതിരി. കേരള ക്ഷേമേന്ദ്രൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാണ് വടക്കങ്കൂർ രാജരാജവർമ്മ. കേരള ക്ഷേമേന്ദ്രൻ, വടക്കങ്കൂർ രാജരാജവർമ്മ. ബേപ്പൂർ സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പം ബേപ്പൂർ സുൽത്താൻ ആരുടെ അപരനാമമാണ്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അപരനാമമാണ് ബേപ്പൂർ സുൽത്താൻ. അടുത്തത് കേരള മാർക്ക് ട്വൈൻ എന്നറിയപ്പെടുന്നത് ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരാണ് കേരള മാർക്ക് ട്വൈൻ എന്നറിയപ്പെടുന്നത്. കേരള പുഷ്കിൻ, ആരാണ് കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത്? ONV കുറുപ്പാണ് കേരള പുഷ്കിൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ എമിലി ബ്രോണ്ടി എന്നറിയപ്പെടുന്നത് രാജലക്ഷ്മി. ആരാണ് കേരളത്തിലെ എമിലി ബ്രോണ്ടി? രാജലക്ഷ്മി. മലയാളത്തിലെ ജോൺ ഗുന്തർ എന്നറിയപ്പെടുന്നത് SK പൊറ്റക്കാട്. അപ്പോൾ എന്താണ് SK പൊറ്റക്കാടിൻ്റെ അപരനാമം? മലയാളത്തിലെ ജോൺ ഗുന്തർ. മലയാളത്തിൻ്റെ ഓർഫ്യൂസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ആരാണ് മലയാളത്തിൻ്റെ ഓർഫ്യൂസ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ക്രൈസ്തവ കാളിദാസൻ, കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് ക്രൈസ്തവ കാളിദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മുസ്ലിം കാളിദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് മോയിൻകുട്ടി വൈദ്യർ. വിപ്ലവ കവി എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാണ് വയലാർ രാമവർമ്മ. ആരാണ് വിപ്ലവ കവി? വയലാർ രാമവർമ്മ. ആശയഗംഭീരൻ, ആരാണ് ആശയഗംഭീരൻ? കുമാരനാശാനാണ് ആശയഗംഭീരൻ എന്നറിയപ്പെടുന്നത്.
ഉജ്ജ്വല ശബ്ദാഠ്യൻ, കേരള ഹർഷൻ എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് ഉള്ളൂർ. ഏതൊക്കെയാണ് ഉള്ളൂരിൻ്റെ അപരനാമങ്ങൾ? ഉജ്ജ്വല ശബ്ദാഠ്യൻ, കേരള ഹർഷൻ. മാതൃത്വത്തിൻ്റെ കവയിത്രി എന്നറിയപ്പെടുന്നത് ബാലാമണിയമ്മ. മാതൃത്വത്തിൻ്റെ കവയിത്രി ബാലാമണിയമ്മ. സരസകവി എന്നറിയപ്പെടുന്നത് മൂലൂർ പത്മനാഭ പണിക്കർ. സരസകവി മൂലൂർ പത്മനാഭ പണിക്കർ. ദാർശനിക കവി, മൃത്യുബോധത്തിൻ്റെ കവി, മലയാളത്തിലെ മിസ്റ്റിക് കവി എന്നീ അപരനാമങ്ങളിൽ അറിയപ്പെടുന്ന കവിയാണ് ജി ശങ്കരക്കുറുപ്പ്. ഏതൊക്കെയാണ് ജി ശങ്കരക്കുറുപ്പിൻ്റെ അപരനാമങ്ങൾ? ദാർശനിക കവി, മൃത്യുബോധത്തിൻ്റെ കവി, മലയാളത്തിലെ മിസ്റ്റിക് കവി. കറുത്ത ചിരിയുടെ കവി എന്നറിയപ്പെടുന്നത് അയ്യപ്പ പണിക്കർ. കറുത്ത ചിരിയുടെ കവി അയ്യപ്പ പണിക്കർ. കേരള സൈഗാൾ എന്നറിയപ്പെടുന്നത് പരമേശ്വരൻ നായർ. കേരള സൈഗാൾ പരമേശ്വരൻ നായർ. കേരള ക്രൂഷ്ചേവ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് എം.എൻ. ഗോവിന്ദൻ നായർ. കേരള ക്രൂഷ്ചേവ് എം.എൻ. ഗോവിന്ദൻ നായർ. ഋതുക്കളുടെ കവി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ചെറുശ്ശേരി. അപ്പോൾ ചെറുശ്ശേരിയുടെ അപരനാമമാണ് ഋതുക്കളുടെ കവി. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്ന കവിയാണ് ഇടശ്ശേരി ഗോവിന്ദൻ നായർ. ശക്തിയുടെ കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയായിട്ട് നമുക്ക് വീണ്ടും കാണാം.